ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഫ്രൂട്ട്സ് എടുത്ത് തിന്നാൻ വേണ്ടി പോവാണ്. ഒരുപാട് ഫ്രൂട്ട്സ് എടുത്ത് നിന്നിട്ട് പൈസ കൊടുക്കാണ്ട് പോകുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യം വരുന്ന കണ്ടപ്പോൾ ചേച്ചി വിചാരിച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒരെണ്ണം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വിചാരിച്ച് 1 കിലോൻ്റെ റേറ്റ് എത്ര എന്നാണ്. അവിടെ ഉള്ളത് മാംഗോ, പേരക്ക, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണ്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞാനൊരു പേരക്ക എടുത്ത് തിന്നാൻ തീരുമാനിച്ചു. അങ്ങനൊരു പേരക്ക തിന്നതിന് ശേഷം ഞാൻ നേരെ പോയി ഒരു മാങ്ങ എടുത്ത് തിന്നാൻ തീരുമാനിച്ചു. മാങ്ങ എടുത്ത് തലോടണം കണ്ടപ്പോൾ ചേച്ചി ഇത് എന്ത് സംഭവം എന്ന് അറിയാതെ അങ്ങനെ കൺഫ്യൂഷനിലാണ്. എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ആ ബൈറ്റ് കണ്ട് ചേച്ചി ഷോക്കായി. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരു ശകാരെങ്കിലും കേൾക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ശകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായ റെസ്പോൺസ് വേറെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചപ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചേച്ചി എന്നെ ഒരു വഴക്ക് പോലും പറഞ്ഞില്ല. എന്നോട് അവിടെ ഇരുന്ന് കഴിച്ചോളം പറഞ്ഞു. ഞാൻ ആരാണെന്നറിയില്ല, ഞാൻ എന്തിനു വന്നതെന്നറിയില്ല, ഞാൻ എവിടുന്ന വന്നതെന്ന് അറിയില്ല. പക്ഷെ ആ ചേച്ചിയുടെ മനസ്സിൽ എനിക്ക് വിശപ്പുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ അങ്ങനെ ആക്രാന്തത്തോട് ഇരുന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ ചേച്ചിയുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളാണ് ഓടിയെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് കേട്ടോ നടക്കുന്നത്. എനിക്ക് വിഷമം മാറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയും വീണ്ടും എടുത്തു തന്നു ഫ്രൂട്ട്സ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പയ്യൻ വന്നിട്ട് സംസാരിക്കാൻ വന്നു. വീഡിയോ കൊള്ളായില്ല. ആക്ച്വലി ചേച്ചിക്ക് മലയാളം അധികം അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്. അവൻ എന്നോട് വന്ന് സംസാരിച്ച് പോകുമ്പോൾ ചേച്ചി അവനോട് ചോദിക്കുന്നുണ്ട് ഇവനെ അറിയോ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ചേച്ചി എന്നെ വഴക്ക് പറയുന്നത് തന്നെയാണ്. പക്ഷേ ചേച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ് അങ്ങനെ ആയിരുന്നില്ല. 2-3 ഫ്രൂട്ട്സ് പറയാതെ തന്നെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിഷമം മാറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് വീണ്ടും ഫ്രൂട്ട്സ് എടുത്ത് തന്നു. എന്നെ മുഖത്തുണ്ട്, മുഖം തുടയ്ക്കാൻ വേണ്ടി പറഞ്ഞു, കൈ കഴുകി തന്നു. മറ്റുള്ളവരോടൊന്നും ഒരു കരുണയും കാണിക്കാൻ മനസ്സില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ആ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവസാനം ആ ചേച്ചി ഒരു വാക്ക് പറഞ്ഞു, എനിക്കും നിൻ്റെ പോലത്തെ ഒരു മകനുണ്ടെന്ന്. അതുകൂടി കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. ഒന്നും പറയാണ്ട് അങ്ങനെ നേരെ പോയാലെന്ന് വരാൻ ചോദിച്ചു. അങ്ങനെ കുറേ നേരം ഞാൻ അങ്ങനെ നടന്നു, എന്ത് വേണമെന്ന് വിചാരിച്ചിട്ട്. ആക്ച്വലി ഞാൻ വന്നത് ഈ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ കാണിക്കുന്ന മനസ്സിന് ഒരുപാട് നന്ദി. തിരിച്ചു വന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇത് ചാനലിൻ്റെ ഒരു പരിപാടിയാണ്, ആക്ച്വലി ഇത് വീഡിയോ എടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ചേച്ചി എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് എൻ്റെ പോലെ ഒരു മകൻ എനിക്കുണ്ട്. ഈ നടന്നു വരുന്നത് കണ്ടപ്പോഴും നീ കഴിക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് എൻ്റെ മകനെയാണ് ഓർമ്മ വന്നത്. അവനിങ്ങനെ ഒരു അവസ്ഥ വരുന്നതാണ് ചേച്ചിയുടെ മനസ്സിലൂടെ പോകുന്നതാണ് ചേച്ചി പറഞ്ഞത്. അതും പറഞ്ഞ് ചേച്ചി ഇമോഷണൽ ആവാൻ തുടങ്ങി. ചേച്ചിയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിക്ക് വേണ്ടി കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ കൊടുത്തു. ചേച്ചീനെ എങ്ങനെയും സന്തോഷിപ്പിക്കണം എന്നായിരുന്നു എനിക്ക് അപ്പം ഉണ്ടായിരുന്നത് മനസ്സിൽ. அவ இமோஷனல் ஆகாது.
അമ്മ கண்ணீனൊക്കെ വെള്ളമൊക്കെ വരുന്നുണ്ട്. அது உன்னை பார்க்கும்போது என் மகனை பார்த்த மாதிரி தான் எனக்கு தோணுச்சு. ஏன்னா 4-5 ദിവസം பார்த்தா நீ அங்கிருந்து வரும்போது நான் பார்த்துட்டே இருந்தேன். இந்த மகனை பார்த்த மாதிரி தான் நினைச்சேன், வேற ஒன்றும் இல்லை. உன்னை பார்த்தா அவனை பார்க்க தேவையில்லை, அவ்வளோதான். அப்படி சொல்லக்கூடாது. ഓക്കെ சரியா? ശരിട്ടാ. சரி. കരയില്ലേ കരയില്ലേ കരയില് വീഡിയോ എടുക്കണ്ട്. ഒരു ഹായ് കൊടുത്തു. ഹായ് കരയരുത്. സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞാൻ അവിടെ ഇരിക്കണ കണ്ടപ്പോ എന്നെ ഐഡന്റിഫൈ ചെയ്ത് വന്നു. എന്റെ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞേ ആ ചേച്ചിക്ക് പെട്ടെന്നൊന്നും കത്തിയില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കോളായിരുന്നു. എന്തായാലും സന്തോഷം, വീഡിയോസ് കാണണം. പേരെന്താ? ആദികൃഷ്ണ അക്ഷയ്. പിന്നെ താങ്ക് യു. വീഡിയോ കാണുമോ? ഓക്കെ സബ്സ്ക്രൈബേഴ്സ്. ഇതേ ബാക്കിലൊരാളും കൂടി ഉണ്ട് കേട്ടാ. വീഡിയോ കാണാറുണ്ടോ? ഫോളോ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഈ പ്രോയും അപ്പൊ നമ്മളവിടെ കണ്ടപ്പോ വന്നതാണ്. വീഡിയോ എടുക്കാന്ന് മനസ്സിലായില്ലേ? വീഡിയോ അവസാനത്തിൽ വന്നത്. ഞാനൊരു ചേച്ചിയോട് സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ ചേച്ചിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ചേച്ചിയുടെ നിന്ന് സാധനങ്ങൾ വന്ന് മേടിക്കുന്നു. അപ്പോൾ ആ വഴി പോകുന്ന എല്ലാവരും ആ ചേച്ചിയുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.